ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും. അപ്പോൾ ഞാൻ ഇന്ന് ഈദ് സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിന് നമുക്ക് ബിരിയാണി മാത്രമല്ല ഒരു സ്നാക്കും കൂടി ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ഞാൻ ഇതിന് മുമ്പ് ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പി അപ്ലോഡ് ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ നിങ്ങൾ ഈ സ്നാക്ക് കൂടി ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ സ്റ്റഫ്ഡ് ബണ്ണാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്ക് ഫില്ലിങ് തയ്യാറാക്കാൻ ഞാൻ പാൻ വെച്ചിട്ട് അതിലേക്ക് ഓയിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 ഉരുളൻകിഴങ്ങ് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം നമ്മൾ അതിലേക്ക് ഒരു സവോള കട്ട് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സവോള നമ്മൾ ചെറിയ പീസായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഉരുളക്കിഴങ്ങും സവാളയും കൂടിയിട്ടൊന്ന് മിക്സായി വന്നാൽ നമുക്കതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത ക്യാരറ്റും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഒരു വലിയ ക്യാരറ്റാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ എത്ര ബെൻഡ് എടുത്തിട്ടാണ് ഫില്ല് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ട് ക്യാരറ്റിൻ്റെ പൊട്ടാറ്റോയുടെ ഒക്കെ അളവ് കൂട്ടി കൊടുക്കാം. ഈ ടൈമിൽ നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് നന്നായി ഒന്നും കൂടെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒരു 1/2 സ്പൂൺ ഗരം മസാല, 1/2 സ്പൂൺ കുരുമുളക് പൊടി എന്നിവ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഏകദേശമൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഈ ടൈം ആയാലും നമുക്കതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. അങ്ങനെ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് വേറൊരു ബൗളിലാക്കി മാറ്റി വെക്കാം. ഇനി നമുക്ക് സ്റ്റഫ്ഡ് ബൺ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 4 ബൺ എടുത്തിട്ടുണ്ട്. പിന്നെ ടൊമാറ്റോ സോസ് എടുത്ത് വെച്ചിട്ടുണ്ട്, മയോണൈസ് എടുത്തിട്ടുണ്ട്, പിന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ് എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു 8 കാടമുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബണ്ണിത ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ബണ്ണിൻ്റെ അടിഭാഗം തീരെ കട്ടിയില്ലാത്ത പീസായിട്ടും ഒരു ഭാഗം വലിയ പീസായിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, ഇതുപോലെ പെർഫെക്റ്റ് ആയിട്ട് ഞാൻ എല്ലാ ബണ്ണും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ വലിയ ഭാഗമല്ലേ ആ പീസ് എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് കുറച്ച് ബെല്ലൊക്കെ ഇങ്ങനെ പിച്ചെടുത്ത് മാറ്റി വയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് നമുക്ക് കളയരുത് കേട്ടോ, നമുക്കത് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കാൻ യൂസ് ചെയ്യാം. അപ്പോൾ അങ്ങനെ എടുത്ത് മാറ്റിയതിന് ശേഷം നമുക്ക് അതിനുള്ളിൽ ഫില്ലിങ് നിറയ്ക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ എന്താ ചെയ്യുന്നത് വെച്ചാൽ അതിനുള്ളിലേക്ക് മയോണൈസാണ് ഫസ്റ്റ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം മയോണൈസ് ഒരു 2 ടീസ്പൂൺ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് ഒരു ടീസ്പൂണ് ടൊമാറ്റോ സോസ് കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ടൊമാറ്റോ സോസ് ഓപ്ഷനിലാണ്. സോസ് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ അത് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. പിന്നെ അതിനുശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ്ങിലെ അതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഫില്ലിങ് നമ്മൾ ഒരു 3 ടീസ്പൂണാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ ബണ്ണിൻ്റെ വലിപ്പത്തിനനുസരിച്ചിട്ട് അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ പുഴുങ്ങി വെച്ച് കാടമുട്ടയും കൂടി വെച്ച് കൊടുക്കുക. എന്നിട്ട് ആ ഒരു പീസ് നമുക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് ബണ്ണിൻ്റെ അടുത്ത പീസ് എടുത്തിട്ട് നമുക്ക് അതിലേക്ക് ഇതേപോലെ തന്നെ മയോണൈസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ടൊമാറ്റോ സോസും കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ആദ്യത്തെ പീസ് എടുത്തിട്ട് ഇതൊന്ന് അടച്ചു വെക്കാം. അപ്പോൾ നമ്മൾ ബണ്ണ് എങ്ങനെ എടുത്തിട്ടുള്ളത് അതേ സെയിം ഷേപ്പിലാക്കിയിട്ട് അതൊന്ന് മാറ്റി വെക്കാം. അങ്ങനെ എല്ലാ ബണ്ണും ഞാൻ അതുപോലെ തന്നെ തയ്യാറാക്കിയിട്ടുണ്ട് കേട്ടോ. എല്ലാ ബണ്ണും നമ്മളിപ്പോൾ ഫില്ല് ചെയ്തിട്ടാണ് നല്ല സ്റ്റഫ്ഡ് ബണ്ണാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കോട്ട് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിതാ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ബണ്ണിൻ്റെ ഉള്ളിലത്തെ ഭാഗമല്ലേ അതൊന്ന് പൊടിച്ചെടുക്കുവാണ്. അപ്പോൾ അതല്ലാതെ നല്ല നൈസായിട്ട് ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമ്മളെ ബ്രെഡ് ക്രംസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതൊന്ന് മാറ്റി വയ്ക്കുക. പിന്നെ നമ്മൾ വേറൊരു ക്ലീൻ ബൗൾ എടുക്കുക. അതിലേക്ക് ഒരു എഗ്ഗ് പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കുക. പിന്നെ അതിലേക്ക് നമുക്ക് പാകത്തിന് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു പിഞ്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം അതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ബണ്ണൊന്ന് കോട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എഗ്ഗും ബ്രെഡ് ക്രംസും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള എഗ്ഗിൽ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കണം ബണ്ണ് കേട്ടോ. അപ്പോൾ ഡിപ്പ് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ ആ കട്ട് ചെയ്ത ഭാഗമല്ലേ ആ ഭാഗം കൂടുതലായിട്ടൊന്ന് ഡിപ്പ് ചെയ്യണം. അതിനുശേഷം നമുക്ക് ബ്രെഡ് ക്രംസിൽ ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ആ കട്ട് ചെയ്ത ഭാഗത്ത് കൂടുതൽ ബ്രെഡ് ക്രംസും എഗ്ഗും ആവാനും ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ ബാക്കിയുള്ള എല്ലാ ഭാഗത്തും നമ്മളിതുപോലെ കൈ വെച്ചിട്ടൊന്ന് ബ്രെഡ് ക്രംസ് ആക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ ഫസ്റ്റത്തെ ബണ്ണ് ഇവിടെ നമ്മൾ കോട്ട് ചെയ്ത് റെഡി ആക്കിയിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ എല്ലാ ബണ്ണും നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതാ എല്ലാ ബണ്ണും അതേ സെയിം പ്രൊസീജിയർ തന്നെ ചെയ്തിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയും ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അതോടെ നമ്മുടെ സ്റ്റഫ്ഡ് ബൺ ഇവിടെ റെഡി ആവും കേട്ടോ. അപ്പോൾ നമുക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിതാ ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ കോക്കനട്ട് ഓയിലാണ് യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അതാണ് ടേസ്റ്റ്. വേറെ വെജിറ്റബിൾ ഓയിൽസ് ഒന്നും നിങ്ങൾ യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്.
ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ബണ്ണ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതിപ്പോൾ നന്നായിട്ട് എണ്ണ ഒന്ന് തിളച്ച് വന്നതിന് ശേഷമാണ് കേട്ടോ ഇട്ട് കൊടുത്തത്. പിന്നെ ഫ്ലെയിമിൻ്റെ കാര്യമാണെങ്കിൽ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ ബണ്ണിൻ്റെ ഒരു സൈഡ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അടുത്ത ഭാഗം കൂടെ ഗോൾഡൻ കളർ ആയാൽ നമുക്കിത് ഓയിലിൽ നിന്ന് എടുത്ത് മാറ്റാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ സ്റ്റഫ്ഡ് ബൺ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ ബൺസും നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അങ്ങനെ നമ്മുടെ സ്റ്റഫ്ഡ് ബൺ ഇവിടെ എല്ലാതും റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ശരിക്കും ഇത് ഒരാൾക്ക് ഒരെണ്ണം കഴിച്ചാൽ മതി, നമ്മുടെ വിശപ്പൊക്കെ മാറിക്കിട്ടും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സിന് ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കൺ പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഈദ് മുബാറക്. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ.